ആഘോഷിക്കും വാസന്തങ്ങൾ പോയി എങ്ങോ ദൂരെ കണ്ണിൽ നിന്നും കാക്കപ്പൂവുകൾ പോയി അരിമുല്ലയിൽ നിന്നും തേനുണ്ണും കിളി പോയി നോവറിയും പകൽ നീരും നീലാവിതനായി മകളെ ഓർമ്മകളൂഞ്ഞാൽ പടിമേൽ ഇന്നലെ ആടി ഇന്നും എൻ കനവിൽ ഞാൻ നിന്നെയുറക്കാൻ പോയി കണ്ണീർ ചൂടി ഏകാന്തതയിലൊരോർമ്മയുണർന്നതുപോലെ എൻ നീലാകാശം മറയാമഴവില്ലായി ഞാനലിയും കുളിരാ മകളേ പിഴ മൂളിത്തീർക്കാൻ പറ്റാത്ത ഒരു കൈത്തെറ്റു പറ്റിയ എൻ്റെ അമ്മയ്ക്ക് മുമ്പിൽ ഒരു വഴിയേ ഉണ്ടായിരുന്നുള്ളൂ, ആത്മഹത്യ. പക്ഷേ പൂന്തോട്ടം തറവാടിന്റെ കാരുണ്യം അമ്മയെ ജീവിക്കാൻ പ്രേരിപ്പിച്ചു. പിഴച്ചവളെന്ന് മുദ്ര കുത്താതെ വീട്ടിലൊരു അംഗത്തെ പോലെ അവർ അമ്മയെ കരുതി. ആ വീടിന്റെ ഉൾമുറികളിൽ അപർണയുടെ അതേ സ്വാതന്ത്ര്യത്തോടെ ഓടിക്കളിച്ചാണ് ഞാനും വളർന്നത്. നീ ഇത് എത്ര തവണ പറഞ്ഞാലും ഇക്കാര്യത്തിലുള്ള എന്റെ അഭിപ്രായത്തിൽ മാറ്റമില്ല. നീ പറഞ്ഞതൊക്കെ ഞാൻ അംഗീകരിക്കുന്നു. അവർ നിനക്ക് സ്നേഹം തന്നു, നിന്നെ പഠിപ്പിച്ചു, MBA കാരനാക്കി. ആ ഒരൊറ്റ യോഗ്യത മതി നീ അപർണയ്ക്ക് ചേർന്ന ചെറുക്കനാവാൻ. എന്റെ അമ്മ, അമ്മയുടെ കടപ്പാട് നിറഞ്ഞ മനസ്സിന് മുന്നിൽ എന്റെ ആഗ്രഹങ്ങളൊന്നുമല്ല ഫ്രാൻസി. അമ്മയോട് ഞാൻ സംസാരിക്കാം. മകന്റെ മനസ്സിന്റെ വേദന അമ്മയ്ക്ക് മനസ്സിലാവാതിരിക്കില്ല. വേണ്ട, ഞാൻ കാരണം എന്റെ അമ്മയ്ക്കൊരു തലന്താഴിലുണ്ടാവരുത്. സച്ചി, നീ ചില സങ്കല്പങ്ങളിൽ കുടുങ്ങിക്കിടക്കുക. അതൊക്കെ കളഞ്ഞ് ജീവിതത്തിലേക്ക് ഇറങ്ങി വാടാ. ഒന്നും വേണ്ട ഫ്രാൻസി, കുറെ ദിവസത്തെ വേദന, പിന്നീട് അവളെല്ലാം മറന്നോളൂ. നീ ഇത്ര മണ്ടനായി പോയല്ലോ. വീണ് കിട്ടുന്ന അവസരങ്ങൾ ജീവിതത്തിലേക്കുള്ള ചവിട്ടുപടിയാക്ക് സച്ചി. എന്നാലും ആകെ ഒരു കൺഫ്യൂഷൻ ഒന്നും വേണ്ട. നീ അവളെ വിളിക്ക് നിന്റെ ജീവിതത്തിലേക്ക്. ഇത്തിരി പോന്ന ഈ ജീവിതം വെറുതെ നീറ്റിക്കളയണോ? ആദ്യം എല്ലാവർക്കും ഒരു ഷോക്ക്, പിന്നെ കുറെ കഴിയുമ്പോ നീ പറഞ്ഞ പോലെ അവരൊക്കെ അത് മറന്നോളും. ഇപ്പൊ നീ അവളെ ഒന്ന് വിളിക്ക്. ആ, ധൈര്യമായിട്ട് വിളിക്ക്. ഞാനാണെന്ന് മനസ്സിലാവും. അത് വേണ്ട, നീ എന്നെ ഒരു STD ബൂത്തിൽ ഇറക്കിയാ മതി. നിന്റെ ഓരോ ഭ്രാന്ത്. വാടാ.
ഓക്കേടാ, ധൈര്യമായിട്ട് ചെല്ല്. ബൈ. Hello? 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 സച്ചി, ആ അച്ചേട്ടാ, ഞാൻ സച്ചി ഒന്ന് കാണാനിരിക്കായിരുന്നു. എന്താ ചേട്ടാ? എനിക്ക് സച്ചിയുടെ ഒരു സഹായം വേണം. വാ കേറ്. കുറെ ദിവസങ്ങളായി ഞാനിത് സച്ചിയോട് പറയണമെന്ന് വിചാരിക്കുക. പക്ഷേ എങ്ങനെ തുടങ്ങണം എന്നുള്ളത്, കാര്യം സച്ചിക്ക് എന്റെ അനിയനാവാനുള്ള പ്രായമേ ഉള്ളൂ. മാത്രമല്ല സമയവും സന്ദർഭമൊക്കെ ഒത്തുവരണ്ടേ. അച്ചേട്ടൻ എന്നോടൊരു കാര്യം പറയാൻ ഇത്രയേറെ മുഖവര വേണോ? സച്ചിക്കറിയാലോ അന്ന് പൂന്തോട്ടത്തുണ്ടായ സംഭവങ്ങൾ. സത്യത്തിൽ അന്ന് ഞാൻ വല്ലാതെ അപമാനിതനായി. എന്റെ മനസ്സിൽ അവറിനെ ഒരിക്കലും ഒരു മുറപ്പന്റെ സ്ഥാനത്തായിരുന്നില്ല. എന്റെ വിരൽത്തുമ്പ് പിടിച്ചിടന്ന കുട്ടിയവള്. അറിയാലോ, പലപ്പോഴും സച്ചിയൊപ്പം ഉണ്ടാവും. അവൾ മുതിർന്നപ്പോഴും ഒരു മുറപ്പെടിനെ ചുറ്റിപ്പറ്റി ഉണ്ടാവുന്ന സങ്കല്പങ്ങളൊന്നും എന്റെ മനസ്സിലുണ്ടായിരുന്നില്ല. പിന്നീട് കാര്യങ്ങൾ ഇത്തരത്തിൽ നീങ്ങിയത് ഞാൻ പോലും അറിയാതെ. അതൊരു പക്ഷേ അച്ഛന്റെ മനസ്സ് തൊട്ടറിഞ്ഞതുകൊണ്ടാവും. പിന്നീട് അതെന്റെ മോഹമായി. ചിലത് അങ്ങനെയാണ് സച്ചി, മനസ്സിൽ ഉറച്ചുപോയാ പറിച്ചു മാറ്റാനാവില്ല. ഇപ്പോ സച്ചിക്ക് മനസ്സിലാവുന്നുണ്ടാവും അന്നെനിക്കുണ്ടായ വേദന. എന്നിട്ടും അവളെ കുറ്റപ്പെടുത്താൻ എനിക്കായില്ല. നീ വിചാരിക്കുന്നുണ്ടാവും ഞാനെന്തിനാ ഇതൊക്കെ പറയുന്നതെന്ന്. എത്ര ആലോചിച്ചിട്ടും അവൾ എന്നെ തള്ളിപ്പറഞ്ഞ എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഞാൻ ഉദ്ദേശിച്ചത് ആ പ്രകടനം, അത് വേണമായിരുന്നാ. അപ്പോഴൊന്നും മിണ്ടാതെ നിന്നിട്ട് പിന്നീട് അവൾക്ക് എന്നോട് പറയാമായിരുന്നു. എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം അവൾക്ക് എന്നോടില്ലേ? ഇല്ലേ സച്ചി? അത് അല്ല, സച്ചിക്കറിയാലോ, കുഞ്ഞിലേ മുതൽ ഇഷ്ടപ്പെട്ടതിന് വേണ്ടി വാശി പിടിക്കുന്ന അപർണെ. എനിക്കറിയേണ്ടത് അന്ന് അവൾ എന്തുകൊണ്ട് അങ്ങനെ പ്രതികരിച്ചു എന്നാ. ഞാനവളെ ഹോസ്റ്റലിൽ പോയി കണ്ടിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ അവൾ എന്നോട് മനസ്സ് തുറക്കുന്നില്ല. ഈ ഒരു അവസ്ഥയിൽപ്പെട്ട സച്ചിക്കാണെങ്കിലും വിഷമം തോന്നില്ലേ? തീർച്ചയായും അച്ചേട്ടന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവും. ഒരുപക്ഷെ എന്നെ മനസ്സിലാവുന്നതിനേക്കാൾ സച്ചിക്ക് അപർണയെ മനസ്സിലാവും. മാത്രമല്ല, സുധാമ അവൾക്ക് അമ്മയെ പോലെ അല്ല, അമ്മ തന്നെയാ. അപ്പൊ ഒരു സഹോദരന്റെ സ്ഥാനത്ത് നിന്ന് സച്ചിക്ക് ചോദിക്കാം, എന്തിനായിരുന്നു അന്ന് അങ്ങനെ ഒരു
സച്ചി ചോദിക്കണം, എനിക്ക് വേണ്ടി. നീ വാ, നിന്നെ ഞാൻ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട, അജയേട്ടൻ പൊയ്ക്കോ, ഞാനങ്ങ് വന്നേക്കാം. ശരിടാ. നീ എന്ത് ചെയ്തു എന്നാ പറയുന്നേ? അവളുടെ മനസ്സറിയാൻ ഞാൻ ഒരാളെ ഏർപ്പാടാക്കി. സച്ചി. സച്ചിയോ? അവര് തമ്മിൽ നല്ല അടുപ്പത്തിലല്ലേ? അതെ. അപ്പൂട്ടിക്ക് എന്നോടുള്ളതിനേക്കാൾ മനസ്സെടുപ്പം അവനോടുണ്ട്. അതുകൊണ്ട് എന്തുണ്ടെങ്കിലും അവനോട് അവൾ തുറന്നു പറയും. എടാ, കുഴപ്പത്തിലാവോ? നീ പറഞ്ഞു വിട്ടത് കാരണം അവര് തമ്മിൽ കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്ത് ഏയ്, അങ്ങനൊന്നും ഉണ്ടാവില്ല ചേച്ചി. അല്ല, ഞാൻ എന്റെ ഒരു സംശയം പറഞ്ഞതാ. എന്താ, എന്തു പറ്റി? അത് നല്ല സുഖം തോന്നുന്നില്ല, വല്ലാത്ത തലവേദന. ആ വിക്സ് എടുത്ത് പുരട്ടിക്കൂടെ നിനക്ക്? എല്ലാറ്റിനും അമ്മയുടെ കൈ ചെല്ലണം. അമ്മ ഇവിടെ ഇരുന്നേ, ഞാനൊരു കാര്യം പറയട്ടെ. അജയേട്ടനെ ഞാൻ വഴി വെച്ച് കണ്ടിരുന്നു. അജയനോ? എന്നിട്ട്? അപർണയ്ക്ക് എന്താ അജയേട്ടനെ ഇഷ്ടമല്ലാത്തതെന്ന് ഞാൻ അവളോട് ചോദിക്കണമെന്ന്. നീയോ? നീ എന്തിനാ ചോദിക്കുന്നേ? അവര് വീട്ടുകാര് സ്വന്തക്കാര്, അവര് തമ്മിൽ ചോദിക്കോ പറയോ എന്താന്ന് വെച്ചാ ആയിക്കോട്ടെ. നീ അതിലൊന്നും ഇടപെടാൻ പോണ്ട. എന്നാലും അമ്മേ, അജയേട്ടൻ പറഞ്ഞ സ്ഥിതിക്ക്. അപ്പൂട്ടിയുടെ സ്വഭാവം അറിയാവുന്ന നീ എന്തിനാ ഇതിനൊക്കെ പോണേ? അതുമല്ല, അപ്പൂട്ടിക്ക് അവിടെ വേറെ കല്യാണാലോചനകൾ വരുന്നുണ്ട്. അത് മിക്കവാറും ഉറയ്ക്കുന്ന മട്ടുവാ. ദേ, നീ വന്നേ, ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട്. ഓം വന്ദേ ശംഭുമുമാപതി ക്ഷുരഗുരും വന്ദേ ജഗത്കാരണം വന്ദേ പന്നകഭൂഷണം മുഖധരം വന്ദേ പശൂനാം പതിം വന്ദേ സൂര്യശശാങ്കവന്യനയനം വന്ദേ മുകുന്ദപ്രിയം വന്ദേ ഭക്തജനാശ്രയം ച വരദം വന്ദേ ശിവം ശങ്കരം. ശംഭോ മഹാദേവ. വക്കീലിന്നെന്താ പതിവില്ലാതെ വൈകിയത്? ഇറങ്ങാൻ തുടങ്ങിയപ്പോഴാ കേശംകുട്ടിയുടെ വരവ്. പറഞ്ഞു വന്നപ്പോഴല്ലേ അറിയുന്നത് പയ്യൻ അമ്പാട്ടയാ, ഉണ്ണിത്തന്മാരാ. അച്ഛനെ നന്നായിട്ട് അറിയാം. ആ, നമ്മുടെ ഇന്ദ്രവാലൻ ഉണ്ണിത്തന്റെ തായ് വഴിയാ. ദേ, ഇതാ പയ്യൻ, പരമയോഗ്യൻ. പയ്യനോട് വെച്ചോ നമ്മുടെ അപ്പുട്ടിയെ കണ്ടുന്ന്. അവനിഷ്ടമായി. അന്വേഷിച്ചപ്പോഴാ അറിയുന്നത് പൂന്തോട്ടത്തിലാണെന്ന്. അവർക്കിതങ്ങ് ഉറപ്പിച്ചാ മതിയെന്ന്. അച്ഛനെന്താ ഒന്നും മിണ്ടാത്തെ? അല്ല, അത് അപ്പൂട്ടിയോടൊന്നും ആലോചിക്കാതെ അതും പറഞ്ഞായിരുന്നല്ലോ അന്നിവിടെ. അതവക്ക് അജയനെ ഇഷ്ടമല്ലാത്തോണ്ടായിരിക്കുമെന്നാ എന്റെ വിശ്വാസം.
അപ്പുട്ടിക്കൂടി ഇഷ്ടപ്പെടുന്ന ആളായിരിക്കണമെന്നേ അവക്കുള്ളൂ. ഏതായാലും നാളെ നമുക്കിതങ്ങ് ഉറപ്പിക്കണോ അച്ഛാ? വരൂ. നമസ്കാരം സർ. നമസ്കാരം. ഭയങ്കര പങ്ക്ച്വലാ സാർ. പറഞ്ഞ സമയത്തെത്തും. ദേ, ഒരു മിനിറ്റ് പോലും വൈകിട്ടില്ല. നമസ്കാരം. ആയിക്കോട്ടെ, വന്നാട്ടെ. എന്നാ നമുക്ക് മധുരത്തിൽ നിന്ന് തന്നെ തുടങ്ങാം, അല്ലേ? അതെ അതെ, പൂന്തോട്ടത്തിക്കാരോടാവുമ്പോ ചോദ്യം പറച്ചിലൊന്നും വേണ്ടല്ലോ, അല്ലേടോ സേതുമാധവ? അതെ. അയ്യോ, ഇവിടെ ഉള്ളതെല്ലാം അപർണ കുഞ്ഞിനുള്ളതല്ലേ? ഇന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അതത്രേ ഉള്ളൂ. കുറുപ്പദ്ദേഹം എന്താ ഒന്നും മിണ്ടാത്തത്? ഏതാണ്ടെല്ലാം ഉറപ്പിച്ചല്ലോ. പെണ്ണിന് പഠിത്തം പോരാന്ന് ചെറുക്കന് പിന്നീട് ഒരു തോന്നലുണ്ടാവരുത്. എത്ര പഠിപ്പുണ്ടായിരുന്നാലും പെൺകുട്ടികളെ ജോലിക്ക് വിടുന്ന പാരമ്പര്യം അമ്പാട്ടുകാർക്കില്ല. വന്നു കയറുന്ന പെൺകുട്ടിയുടെ ശമ്പളം കൊണ്ട് കഴിയേണ്ട ആവശ്യമൊന്നും ഞങ്ങൾക്കില്ല. ഏതായാലും പഠിത്തം കഴിയട്ടെ. എന്നാ ഒരു മോതിരം മാറൽ ചടങ്ങ് നടത്താം. കേശവൻകുട്ടി, ഓ, തറവാട്ടുകാർക്ക് വാക്കിനാവല. മോതിരന്മാരിൽ അങ്ങ് നടത്താ അച്ഛാ. ഏറ്റവും അടുത്തൊരു സമയം നാളെ തന്നെ ഞാൻ നോക്കിയേക്കാം. എന്നാ ആയിക്കോട്ടെ. എന്നാ പിന്നെ നമുക്ക് ഇറങ്ങിയാലോ? ദിവസം നോക്കിയിട്ട് കേശവൻകുട്ടിയോട് പറഞ്ഞാ മതി, അയാൾ അറിയിച്ചോളൂ. അല്ലേ? അറിയിക്കും. സമയം കേശവൻകുട്ടി അറിയിക്കും. എന്നാ ശരി. ശരി. എന്നാ ആ.